Hey guys, welcome back. ഫിറ്റർ MCQs ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 3 വീഡിയോ ആണ് ഇതൊക്കെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കുക. വിച്ച് ചിസൽ ഈസ് യൂസ്ഡ് സ്ക്വയർ മെറ്റീരിയൽ അറ്റ് കോർണേഴ്സ് ജോയിൻറ്റ്. കോർണർ ജോയിൻറ്റ് എന്നിവിടങ്ങളിൽ നിന്നും മെറ്റീരിയലിനെ സ്ക്വയറും ചെയ്യുന്നത് നമുക്കറിയാം ഡയമണ്ട് പോയിൻറ്റ് ചിസലാണ്. ഓക്കെ, ഫ്ലാറ്റ് ചിസലിൻ്റെ യൂസ് എന്താണ്? ലാർജ് ഫ്ലാറ്റ് സർഫസിൽ നിന്ന് മെറ്റീരിയലിനെ ചിപ്പ് ചെയ്ത് കളയുക, അതുപോലെ തന്നെ വെൽഡിങ് കാസ്റ്റിംഗ് എന്നിവിടങ്ങൾക്ക് മെറ്റീരിയലിനെ ചിപ്പ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ക്രോസ് കട്ട് ചിസൽ എന്ന് പറയുന്നത് എന്നാണ് കീവയിൽ നിന്നും ഗ്രൂസിൽ നിന്നൊക്കെ മെറ്റലിനെ കട്ട് ചെയ്ത് കളയുന്നു. ഡയമണ്ട് പോയിൻറ്റ് ചിസൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഈ ഒരു സ്ക്വയർ മെറ്റീരിയൽ കോർണേഴ്സ് ജോയിൻറ്റ്. ഹാഫ് റൗണ്ട് ചിസൽ എന്ന് പറയുന്നത് ഓയിൽ ഗ്രൂസ് അല്ലെങ്കിൽ കർവ്ഡ് ഗ്രൂസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു ചിസലുണ്ട്, ഏത് ചിസലാണ്? വെബ് ചിസൽ അഥവാ പഞ്ചിങ് ചിസൽ എന്ന് പറയും. വെബ് ചിസൽ അഥവാ പഞ്ചിങ് ചിസൽ എന്ന് പറയും. അതായത് ഇങ്ങനെ ഒരു പീസിനകത്ത് ചെയിൻ ഡ്രില്ലിങ് ചെയ്തു എന്ന് പറയുന്നത്, അടുപ്പിച്ചടുപ്പിച്ച് ഡ്രില്ല് ചെയ്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യുന്നു, ഒരു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രൂപത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ പഞ്ചിങ് ചെയ്യുന്നു, ഇവിടെ പഞ്ചിങ് ചെയ്യുന്നു, അങ്ങനെ ഇവിടെ അടിച്ചടിച്ച് എന്ത് ചെയ്യുന്നു, ഒരു മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വെബ് ചിസലിൻ്റെ പർപ്പസ്. ഓക്കെ, അടുത്ത ചോദ്യം, നെയിം ദ പാർട്ട് ഓഫ് ഹാമർ മാർക്ക്ഡ് എക്സ് എന്നുള്ളതാണ്. ഈ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം. ചീക്ക് എന്നുള്ളതാണ് ഈ ഒരു ഭാഗം. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ഫേസ്, പീന്, ചീക്ക്, ഐഹോൾ എന്ന് കാണിച്ചിരിക്കുന്നത്. ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. പീന് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ചീക്ക് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്, അതായത് ഹാമറിൻ്റെ വെയിറ്റ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഭാഗം. ഐഹോൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിരിക്കും. ഓക്കെ, അടുത്തത് നോക്കാം. വിച്ച് ആംഗിൾ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ജി അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് വൈ ആണ്. ഹിന്ദി ക്വസ്റ്റ്യൻ നോക്കുക, മനസ്സിലാവും. വൈ എന്താണ്, ഏത് ആംഗിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റേക്ക് ആംഗിൾ എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ എന്ന് കാണിച്ചിരിക്കുന്നത് ഈ റേക്ക് ആംഗിളാണ്. ഓക്കെ, കട്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ പ്രോപ്പർട്ടി മെറ്റൽ വിച്ച് ക്യാൻ ബി ഡ്രോൺ ഇൻ വയർ വിത്തൗട്ട് റപ്ചർ. ഉത്തരം ഏതാണ്? ഡക്റ്റിലിറ്റി ആയിരിക്കും. ഓക്കെ, അടുത്ത് വാട്ട് ഈസ് ദ സ്പിൻഡിൽ മൂവ്മെൻറ്റ് ഓഫ് 1 division ഓഫ് തിമ്പിൾ വിത്ത് സ്പിൻഡൽ ത്രെഡ് 0.5 mm വെച്ച്. അതായത് സ്പിൻഡൽ ത്രെഡ് എത്രയാണ്? സ്പിൻഡൽ ത്രെഡ് എന്ന് പറയുന്നത് 0.5 mm പിച്ചാണ്. ഓക്കെ, ഒരു 1 division കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു 1 division തിമ്പിൾ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്പിൻഡിൽ എത്ര അഡ്വാൻസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0.5 mm ആണല്ലോ അതിൻ്റെ പിച്ച്. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ 0.5 mm 0.01 mm ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ കാൽക്കുലേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട്. അടുത്ത്, വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് എ വെർണിയർ കാലിപ്പർ. വെർണിയർ കാലിപ്പറിൻ്റെ റീഡിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇവിടെ അതാണ് 30, 40, 50, 60, 70, 80. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇത് 35 ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, 35 ഇത് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ എത്രയാണ്? 35, ഒരു സംഖ്യ കിട്ടി, 35 ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഇവിടെ എത്രയാണ്? 20 കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 20 കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. 0.02 ആണ് വെർണിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. 0.02 ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നമുക്കപ്പം ഈ ഒരു എന്താണ് ഇതുമായിട്ട് 0.0 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്താൽ മതിയാവുന്നതാണ്. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 20 ഇൻറ്റു ഈ ഒരു കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന ലൈൻ നോക്കുക, അതിനെ എന്ത് ചെയ്യുക? 20 ഇൻറ്റു ഇരട്ടി എടുക്കുക, 20ൻ്റെ ഇരട്ടി എടുക്കുക. ഓക്കെ, 35.4 എന്നുള്ളതാണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് വെർണിയർ ബിവൽ പ്രൊട്ടാക്ടർ. വെർണിയർ ബിവൽ പ്രൊട്ടാക്ടറിന് റീഡിങ് കാണാനാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു 40 ഇതാണ്. ഓക്കെ, 40 ഈ പോയിരിക്കുന്ന ലൈനാണ്. 41 ഈ പോയിരിക്കുന്ന ലൈനാണ്. ഓക്കെ, അപ്പോൾ ആ 41 എടുക്കുക. ശേഷം എന്ത് ചെയ്യുക? അപ്പോൾ 41 കിട്ടിയാലോ, 41 ഡിഗ്രിയാണ്. 41 ഡിഗ്രി. ഓക്കെ, പ്ലസ് ഈ ഒരു 0യിൽ നിന്നും ഇങ്ങോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങോട്ടുള്ള റീഡിങ് നോക്കുക, എത്രയാണ്? 1 പോയിൻറ്റ്, 2 പോയിൻറ്റ്, 3, 4 ഓരോ ലൈനും നോക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇവിടെ 10 പോയിൻറ്റുകളിലാണ് ഈ ഒരു കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ബയോപ്രൊട്ടാക്ടിൻ്റെ വെർണിയർ ബയോപ്രൊട്ടാക്ടിൻ്റെ ആക്യുറസി നമുക്ക് 5 മിനിറ്റാണ്. സോ 10 × 5 = 50. 41 ഡിഗ്രി 50 മിനിറ്റ്സ് എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. 41 ഡിഗ്രി 50 മിനിറ്റ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ആരോ കാണിച്ചിട്ടുള്ളത് ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ ഇങ്ങോട്ടേക്കുള്ള കാൽക്കുലേഷൻ എടുത്തിട്ട് 180ൽ നിന്നും ആ ഒരു സംഖ്യ മൈനസ് ചെയ്താൽ മതിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ
പാർട്ട് 4 വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.